നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്നൊരു മട്ടർ പനീർ റെസിപ്പി നോക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ. ഓയിൽ ചൂടാകുമ്പോൾ പനീർ ഇട്ട് കൊടുക്കാം. ഇനി ആ പനീറിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ മാത്രം നമുക്ക് ആ ഓയിലൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കളറൊന്നും മാറി ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വന്നപ്പോൾ നമുക്കതൊക്കെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ആ സെയിം പാൻ തന്നെ നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് ഇനി ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ തന്നെ ചേർക്കാം. ബട്ടർ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആവും. അങ്ങനെ ബട്ടർ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ചെറുതായിട്ട് മുറിച്ച സവാള ചേർക്കാം. ഇനി അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളർ മാറി ഗോൾഡൻ ബ്രൗൺ ആവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് അതൊന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ മാത്രം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഉപ്പ് ചേർത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ സോട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മുറിച്ച തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ തക്കാളി ക്യൂബ്സ് ആയിട്ടോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കാരണം നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ച് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ചെറുതായിട്ട് മുറിച്ച് ചേർത്താൽ പെട്ടെന്ന് തന്നെ അതെല്ലാം കൂടെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അത് ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമാക്കി കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ചൂട് മാറുമ്പോൾ ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ വീണ്ടും അതേ പാൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ചൂട് മാറാണ്ട് അതൊരിക്കലും അരച്ചെടുക്കല്. അങ്ങനെ പാനിലേക്ക് വീണ്ടും ഞാൻ കുറച്ച് ഓയിൽ ചേർത്തു. അത് ചൂടായപ്പോൾ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തു. ഒരു ബേ ലീഫ് രണ്ടായിട്ട് മുറിച്ചിടുന്നുണ്ട്. ഇത് നമ്മളൊരു ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങളെടുക്കുന്ന പനീറിൻ്റെയൊക്കെ അളവിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. പിന്നെ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഒരു മിക്സില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ഗ്രീൻ പീസ് ഇല്ലേ അത് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത ശേഷം കുക്ക് ചെയ്തെടുത്തിട്ട് അതും ചേർക്കാവുന്നതാണ്. ഇനി അതിലോട്ട് നമ്മൾ ആ ഗ്രേവിയൊക്കെ തിളച്ച് വന്നപ്പോഴേക്കും പനീർ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി സോൾട്ടൊക്കെ നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നല്ല ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് ഓഫ് ചെയ്യാവുന്നതാണ് ഫ്ലെയിം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ചെറിയൊരു മധുരം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ആ മധുരം ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആവും കേട്ടോ. പിന്നെ കുറച്ച് കസൂരി മേത്തി ലീവ്സ് ഡ്രൈഡാണ്, അത് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഈ സമയത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നൊരു ഡിഷാണ്. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ റൊട്ടിയുടെയൊക്കെ കൂടെ അടിപൊളിയാണ്. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.